ETF അഥവാ എക്സ്ചേഞ്ച് ട്രേഡഡ് ഫണ്ട്. പേര് പറയുന്ന പോലെ തന്നെ എക്സ്ചേഞ്ചിൽ ട്രേഡ് ചെയ്യാൻ കഴിയുന്ന ഫണ്ടുകളെയാണ് ETF എന്ന് പറയുന്നത്. അതായത് ഷെയർ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് നമ്മളൊരു സ്റ്റോക്ക് വാങ്ങുന്നത് പോലെ വാങ്ങി നമ്മുടെ ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിക്കാനും അതുപോലെ തന്നെ ഷെയർ മാർക്കറ്റ് ഓപ്പൺ ആയിരിക്കുന്ന സമയത്ത് അത് വിറ്റൊഴിവാക്കാനും കഴിയുന്ന ഫണ്ടുകളെയാണ് ETF എന്ന് പറയുന്നത്. ഇത്തരം ഫണ്ടുകൾ സാധാരണ ഒരു മ്യൂച്വൽ ഫണ്ടുകളുടെയും സ്റ്റോക്കുകളുടെയും ഒരു മിശ്രിത സ്വഭാവമാണ് കാണിക്കുക. അതായത് നമുക്കറിയാം, നമ്മളൊരു മ്യൂച്വൽ ഫണ്ടിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ ഒരു കമ്പനിയിലേക്ക് മാത്രമല്ല പോകുന്നത്, അത് പല പല കമ്പനികളിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെയാണ് നമ്മളൊരു ETF വാങ്ങുമ്പോൾ നമ്മളിടുന്ന പൈസ ഒരു കമ്പനിയിലേക്കല്ല പോകുന്നത്, പല പല കമ്പനികളിലേക്കാണ് പോകുന്നത്. പിന്നെ മ്യൂച്വൽ ഫണ്ടുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ETF-ൻ്റെ ഒരു ഗുണം എന്താ വെച്ചാൽ, മ്യൂച്വൽ ഫണ്ടുകളുടെ നെറ്റ് അസറ്റ് വാല്യൂ അഥവാ NAV ഒരു ദിവസം വൺ ടൈമേ ചേഞ്ച് ആവുള്ളൂ. പക്ഷേ ETF-കളുടെ സ്റ്റോക്കുകളുടെ വാല്യൂവിൽ വരുന്ന ഫ്ലക്ച്വേഷൻ പോലെ ഓരോ സെക്കൻഡിലും മാറിക്കൊണ്ടിരിക്കും. അപ്പോൾ നമുക്ക് കുറഞ്ഞ സമയത്ത് ETF-കൾ വാങ്ങാൻ കഴിയും. എപ്പോഴാണ് വാല്യൂ കുറഞ്ഞ അടിയിൽ പോകുന്നത് ആ സമയത്ത് വാങ്ങാം. പിന്നെ ഇത് മൊത്തമായിട്ട് തീർന്ന് കാലിയായി പോകുമെന്ന് പറഞ്ഞ് വിചാരിച്ച് പേടിക്കും വേണ്ട. കാരണം എന്താ വെച്ചാൽ നമ്മളിടുന്ന പൈസ ഒരു കമ്പനിക്കല്ല പോകുന്നത്, ഒരു ഗ്രൂപ്പ് ഓഫ് കമ്പനികളിലേക്കാണ് പോകുന്നത്. അതുകൊണ്ട് ഒരിക്കലും ETF-കൾ സീറോ ആയില്ല. പിന്നെ ETF-കളുടെ മറ്റൊരു പ്രത്യേകത, നമ്മൾ ഡിമാറ്റ് അക്കൗണ്ടിൽ സൂക്ഷിച്ച് നമുക്ക് ഇഷ്ടമുള്ള സമയത്ത് വിറ്റൊഴിവാക്കാൻ കഴിയും. മാത്രമല്ല മ്യൂച്വൽ ഫണ്ടുകളെ അപേക്ഷിച്ച് എക്സ്പെൻസ് റേഷ്യോ വളരെ കുറവുമാണ് ETF-കൾക്ക്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ETF എന്താണെന്നുള്ളതിനെ പറ്റിയിട്ടൊരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.